ഫ്ലോയം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വരുന്ന PSC എക്സാമുകൾക്കെല്ലാം ഉപകാരപ്രദമായ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ പേടകം ഏത്? ഒഡീസിയസ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ പേടകം ഏത്? ഒഡീസിയസ്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഏത്? ഐറിസ്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഏത്? ഐറിസ്. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവ്വതനിര ഏത്? കാരക്കോറം. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവ്വതനിര ഏത്? കാരക്കോറം. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ പരമാവധി ഉണ്ടാകാവുന്ന ഇടവേള എത്ര? 6 മാസം. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ പരമാവധി ഉണ്ടാകാവുന്ന ഇടവേള എത്ര? 6 മാസം. അക്ഷയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച രാഷ്ട്രപതി ആര്? APJ അബ്ദുൽ കലാം. അക്ഷയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച രാഷ്ട്രപതി ആര്? APJ അബ്ദുൽ കലാം. മൗലവി അഹമ്മദുള്ള 1857 കലാപം നയിച്ചതെവിടെ? ഫൈസാബാദ്. മൗലവി അഹമ്മദുള്ള 1857 കലാപം നയിച്ചതെവിടെ? ഫൈസാബാദ്. കേരളത്തിൽ ഏത് നദിക്ക് കുറുകെയാണ് പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്? വളപട്ടണം പുഴ. കേരളത്തിൽ ഏത് നദിക്ക് കുറുകെയാണ് പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്? വളപട്ടണം പുഴ. പൊറാട്ട് നാടകം പ്രചാരത്തിലുള്ള ജില്ല? പാലക്കാട്. പൊറാട്ട് നാടകം പ്രചാരത്തിലുള്ള ജില്ല? പാലക്കാട്. ബയലാട്ടം എന്നും അറിയപ്പെടുന്ന ഏത് കലാരൂപത്തിനാണ് കഥകളിയുമായി നല്ല സാമ്യമുള്ളത്? യക്ഷഗാനം. ബയലാട്ടം എന്നും അറിയപ്പെടുന്ന ഏത് കലാരൂപത്തിനാണ് കഥകളിയുമായി നല്ല സാമ്യമുള്ളത്? യക്ഷഗാനം. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റേത്? ലൂ. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റേത്? ലൂ. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത്? അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത്? അഡ്രിനാലിൻ. രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളിലെ ബജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിൽ. രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളിലെ ബജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരസാങ്കേതിക രംഗത്തെ കുറ്റകൃത്യങ്ങൾ വിശകലനം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്ന രീതി ഏത്? സൈബർ ഫോറൻസിക്സ്. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരസാങ്കേതിക രംഗത്തെ കുറ്റകൃത്യങ്ങൾ വിശകലനം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്ന രീതി ഏത്? സൈബർ ഫോറൻസിക്സ്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിനായി കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കളിത്തട്ട്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന്? 2023 സെപ്റ്റംബർ 20. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്നാണ്? 2023 സെപ്റ്റംബർ 20. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏത്? സി സ്പേസ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൂഗ്ലി നദിയിൽ. പോക്സോ കേസുകളുടെ വിചാരണയ്ക്കായി കോടതികൾ സ്ഥാപിക്കേണ്ടത് ഏത് വിധമാണ്? ഓരോ ജില്ലയിലും ഒരു കോടതി വീതം. പോക്സോ കേസുകളുടെ വിചാരണയ്ക്കായി കോടതികൾ സ്ഥാപിക്കേണ്ടത് ഏത് വിധമാണ്? ഓരോ ജില്ലയിലും ഒരു കോടതി വീതം. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ മുഖപത്രമാണ് പൊലി? കേരള ഫോക്ലോർ അക്കാദമി. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ മുഖപത്രമാണ് പൊലി? കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പൊലി.
OTP എന്നതിന്റെ ശരിയായ രൂപം ഏത്? വൺ ടൈം പാസ്വേഡ്. OTP എന്നതിന്റെ ശരിയായ രൂപം വൺ ടൈം പാസ്വേഡ് എന്നാണ്. ഏത് pH നിലവാരമുള്ള വെള്ളമാണ് കുടിവെള്ളമായി ഉപയോഗിക്കാവുന്നത്? 6.5 മുതൽ 7.5 വരെ. ഏത് pH നിലവാരമുള്ള വെള്ളമാണ് കുടിവെള്ളമായി ഉപയോഗിക്കാവുന്നത്? 6.5 മുതൽ 7.5 വരെ. കൂറുമാറ്റ നിരോധന നിയമം പ്രതിപാദിക്കുന്ന 10ാം പട്ടിക ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 52ാം ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം പ്രതിപാദിക്കുന്ന 10ാം പട്ടിക ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 52ാം ഭേദഗതി. ഓഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ലിങ്ലിങ്തോ പ്രഭു. ഓഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ലിങ്ലിങ്തോ. ഭീമ, തുംഗഭദ്ര എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കൃഷ്ണ. ഭീമ, തുംഗഭദ്ര എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? രാഷ്ട്രപതി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? അൾട്രാ വയലറ്റ് രശ്മികൾ. വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാ വയലറ്റ് രശ്മികൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 76ാം അനുച്ഛേദത്തിൽ പ്രതിപാദിക്കുന്നത് ആരെയാണ്? അറ്റോർണി ജനറൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 76ാം അനുച്ഛേദത്തിൽ പ്രതിപാദിക്കുന്നത് ആരെയാണ്? അറ്റോർണി ജനറൽ. തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രം സാങ്കേതികമായി അറിയപ്പെടുന്നത് എന്താണ്? ഇറക്കുമതി ബദൽ. തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രം സാങ്കേതികമായി അറിയപ്പെടുന്നത് ഇറക്കുമതി ബദൽ. ഏത് ഒളിമ്പിക്സിലാണ് ആദ്യമായി വനിതകൾ പങ്കെടുത്തത്? 1900-ലെ പാരീസ് ഒളിമ്പിക്സിലാണ്. ഏത് ഒളിമ്പിക്സിലാണ് ആദ്യമായി വനിതകൾ പങ്കെടുത്തത്? 1900-ലെ പാരീസ് ഒളിമ്പിക്സിൽ. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏത്? മുൻസിഫ് കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മുൻസിഫ് കോടതി. നിയോപ്രീൻ, തയോക്കോൾ എന്നിവ എന്തിനുദാഹരണങ്ങളാണ്? കൃത്രിമ റബ്ബർ. നിയോപ്രീൻ, തയോക്കോൾ എന്നിവ എന്തിനുദാഹരണങ്ങളാണ്? കൃത്രിമ റബ്ബർ. താങ്ക് യു.